ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല മധുരമുള്ളൊരു പലഹാരമായാലോ? ഓട്ടട. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണി പലഹാരമായിട്ടും ഒക്കെ കഴിക്കാവുന്ന ഓട്ടട ഞങ്ങളുടെ ഈ ഭാഗങ്ങളിലൊക്കെ വളരെ പോപ്പുലറാണ്. അതുണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ടു തുടങ്ങും. ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. 4 എണ്ണം ഉണ്ടാക്കാൻ പാകത്തിന് ഗോതമ്പ് പൊടിയും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരല്പം ജീരകവും കുറച്ച് വെള്ളവും ഒഴിച്ച് കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവ് പോലെ ടൈറ്റ് ആവേണ്ട കാര്യമില്ല. പിടിക്കുമ്പോൾ ഇതേപോലെ കുറച്ച് വെറ്റായ രീതിയിലായിരിക്കണം മാവിരിക്കേണ്ടത്. ഓട്ടടയും ഒരട തന്നെയാണല്ലോ, അപ്പോൾ അതിനെ ഉള്ളിൽ വെക്കാൻ തേങ്ങ കൊണ്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കണം. അതിനായി ആദ്യം ഏലക്കയും ഒരല്പം ജീരകവും കൂടെ കല്ലിലിട്ട് ചതച്ചെടുക്കുന്നു. 4 എണ്ണത്തിന് പാകമായ തേങ്ങ തിരുമ്മിയതെടുക്കുക. അതിലേക്ക് ഈ ചതച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും കൂടെ ചേർക്കുന്നു. എന്നിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പും പാകത്തിന് ശർക്കരയും. മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ക്രമീകരിക്കാം. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പതിയൻ ശർക്കരയാണ്. പതിയൻ ശർക്കരയെ പറ്റി ഞാൻ ഇതിനു മുൻപും ചില വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. മുന്തിരിക്കൊത്ത്, കർക്കിടകവാവ അട, ഈ വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, അതുകൂടി ഒന്ന് കണ്ടു നോക്കും. ഇതെല്ലാം നന്നായി ഞെരടി തിരുമ്മി യോജിപ്പിച്ച് വെക്കുക. അപ്പോൾ ഫില്ലിങ്ങും റെഡിയായി. ഇനി വാഴയിലയാണ് വേണ്ടത്. അടയ്ക്ക് പാകമാവുന്ന വലിപ്പത്തിൽ ഇല കീറിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം നെയ്യ് തടവുക. ഈ കാണിച്ചിരിക്കുന്ന നെയ്യ് ഞാൻ 4 ഇലകളിലായിട്ട് തടവാനാണ് എടുത്തിരിക്കുന്നത്. കൈ ഒന്ന് നന്നായി നനച്ച ശേഷം ഒരു ഉരുള ഗോതമ്പ് മാവ് എടുത്ത് ഇലയിലേക്ക് പരത്തുക. സാധാരണ അട ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കൈ നനച്ച് മാവ് ഇലയിലേക്ക് പരത്തുക. പരത്തുമ്പോൾ എല്ലാ വശത്തേക്കും ഒരേ കട്ടിയിൽ തന്നെ മാവ് പരത്തുക. ഉരുള എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഒരുപാട് വലിപ്പമുള്ള ഉരുള എടുത്തു കഴിഞ്ഞാൽ അട ഒരുപാട് കട്ടിയാവാനും അത് വേവാതിരിക്കാനും ഒക്കെ കാരണമാകും. ഇനി സാധാരണ അട ഉണ്ടാക്കുന്നത് പോലെ തന്നെ തേങ്ങാ ശർക്കര മിശ്രിതം കുറച്ചെടുത്ത് അടയുടെ ഒരു ഭാഗത്തായി നിരത്തി വെക്കുക. എന്നിട്ട് ഇല മടക്കുക. ഇലയുടെ വശങ്ങൾ മടക്കുന്നില്ല. അങ്ങനെ 4 എണ്ണവും ഞാനിവിടെ തയ്യാറാക്കി. ഇനി ഇത് ആവിയിൽ പുഴുങ്ങുകയല്ല, കല്ലിൽ വെച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. കല്ലിലോ ഒരു ഫ്രൈയിങ് പാനിലോ ഇത് വെച്ച് അതിന് മുകളിൽ വെയിറ്റ് ഉള്ള എന്തെങ്കിലും, ഇതേപോലെ ഇപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു കൽ ചട്ടിയാണ് വെച്ചിരിക്കുന്നത്, മറ്റൊരു പാനോ എന്തെങ്കിലും അതിന് മുകളിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ ഇരുവശവും പല പ്രാവശ്യമായി മറിച്ചിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ആക്കിയെടുക്കുക. തീ വല്ലാതെ കൂട്ടി വെച്ചിത് ഉണ്ടാക്കരുത്, കാരണം ഇല പെട്ടെന്ന് കരിയുകയും അകത്തുള്ള മാവ് വേവാതിരിക്കുകയും ചെയ്യും. തീ ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലോ അല്ലെങ്കിൽ മീഡിയത്തിൽ താഴെ. ഇരുവശവും പല പ്രാവശ്യവും മറിച്ചിട്ട് വെയിറ്റ് വെച്ച് ഇതേപോലെ തന്നെ ചുട്ടെടുക്കുക. ഇലയും വാടി അകത്തെ മാവും വെന്തു ഒരു മണവും വരും. അങ്ങനെ എല്ലാം ഞാൻ ചുട്ടെടുത്തു. വളരെ ടേസ്റ്റിയായ ഓട്ടട റെഡിയാണ്. ഓട്ടട എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായി കേൾക്കുകയാണെങ്കിൽ കമൻറ്റിലൊന്ന് പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ബൈ ബൈ.